ఇకపై మీకు ఇష్టమైన ఫేవరెట్ సీరియల్స్ యొక్క ఫుల్ ఎపిసోడ్స్ యూట్యూబ్లో అందుబాటులో ఉండవు. കേവലം സൺനെക്സ്ലോ മാത്രമേ ഫ്രീగా చూడొచ్చు. എടി നിനക്ക് വേണ്ടിയും ഈ വയറ്റിൽ വളർന്ന കുഞ്ഞിന് വേണ്ടിയും 24 മണിക്കൂറും പ്രാർത്ഥനയും വ്രതവും ഒക്കെ നടന്നതല്ലേ എന്റെ മോള്, എന്റെ സുന്ദരി മോള്. എന്നാലും അവളോട് നീ ചെയ്ത് കളഞ്ഞല്ലോടി. പോ, കേറി പോവാൻ. എന്റെ മുന്നില് നീ ഇനി എന്റെ മുന്നിൽ ഇങ്ങനെ നിന്നാ എന്റെ നിയന്ത്രണം വിട്ടുപോ. കേറി പോടിയാകത്ത്. എന്റെ ചാമുണ്ടേശ്വരിയാണേ, നിന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയും ഞാൻ. പോടിയാകത്ത്. എടി വയറ്റ് വളർന്ന കുഞ്ഞിനെ കൂടി കളയാൻ നിൽക്കാതെ കേറി പോടിയാകത്ത്. കേറി പോടിയാകത്ത്. എടാ ദ്രോഹി, എന്തിനാടാ നീ എന്റെ കൊച്ചിന്റെ ജീവിതം തൊലച്ചത്? എടാ സാമദ്രോഹി, നിന്നെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നിന്നെ പോലെയുള്ള വഞ്ചകന്മാരെ ഒന്നും ഈ ഭൂമിക്ക് മുകളിൽ വച്ചേക്കാൻ പാടില്ല. കൊന്നു കളയടാ നിന്നെ. ഞാൻ കൊല്ലൂടാ നിന്നെ. ഇവരുടെ ഭ്രാന്തിന് നീ എന്താ നിന്ന് കൊടുക്കുന്നേ? എടാ നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ കൊല്ലൂടാ ഞാൻ. നിന്നെ കൊല്ലിഞ്ഞ ഓടിയോടാ എന്റെ കുഞ്ഞിനെ. നീ എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. എന്റെ കൊച്ചിന്റെ ജീവിതം തൊലച്ച നിന്റെ ജീവൻ എടുത്തിട്ടേ നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ കൊല്ലും. കൊല്ലും ഞാൻ, നിന്നെ ഞാൻ കൊല്ലും. ചേട്ടായി, അച്ഛമ്മ, 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 അച്ഛമ്മ കണ്ണു തുറക്കച്ചമ്മ. അച്ഛമ്മ, അച്ഛമ്മ, അച്ഛമ്മ കണ്ണു തുറക്കച്ചമ്മ. അച്ഛമ്മ, അച്ഛമ്മ കണ്ണു തുറക്കച്ചമ്മ. ചേട്ടായി, അച്ഛമ്മ, അച്ഛമ്മ, അച്ഛമ്മ കണ്ണു തുറക്കച്ചമ്മ. അച്ഛമ്മ, അച്ഛമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ വെറുതെ വിടുന്ന നീ കരുതണ്ട കേട്ടോ. പറഞ്ഞത് നിങ്ങൾക്ക് എന്താ കരുതിയിരിക്കുന്നേ? ഓരോരുത്തരായിട്ട് വന്ന് കൊട്ടാനുള്ള ചെണ്ടയാണ് കാർത്തിയെന്നോ? ഓരോരുത്തരായിട്ട് കേറി വരുന്നു, ഷട്ടിൽ കുത്തിപ്പിടിച്ച് തല്ലുന്നു, മായി തോന്നിയതൊക്കെ പറയുന്നു. എന്താ ഇത്? തെറ്റ് ചെയ്തതേ സുന്ദരിയാ, അതിന് എന്റെ കാർത്തി എന്താ പിഴച്ചത്? ഓ, ഇപ്പൊ തെറ്റുകാരി സുന്ദരിയായി അല്ലേ? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അതൊന്ന് പറ കേക്കട്ടെ. സുന്ദരി തന്നെയാ തെറ്റുകാരി. അവളുടെ മനസ്സിൽ വേണ്ടാത്ത എന്തെങ്കിലും ചിന്തകൾ തോന്നിട്ടുണ്ടെങ്കിലേ അതിന് എന്റെ ഭർത്താവ് ഉത്തരവാദി അല്ല. എന്റെ കാർത്തി സുന്ദരിയുടെ കുടുംബത്തിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ സുന്ദരി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലേ അത് അവളുടെ കുഴപ്പാ, അല്ലാതെ എന്റെ ഭർത്താവിന്റേതല്ല. പിന്നെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങളുടെ ഭർത്താവ് വലിയ പരസഹായി ആയിരിക്കും, ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സഹായങ്ങളൊക്കെ ഒന്ന് വാ തുറന്ന് എണ്ണി പറയാൻ പറ. ചേട്ടായി വാ, അച്ഛമ്മ നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോവാം. നോക്കിക്കോ കാർത്തിക്, ഞാൻ വീണ്ടും പറയാ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ച പിന്നെ നീ സമാധാനമായിട്ട് ജീവിക്കില്ല, ഓർത്തോ. ചേട്ടായി അച്ഛമ്മ വാ. പതുക്കെ.
എന്തൊക്കെയാ കാർത്തി നടക്കുന്നേ? ഓരോരുത്തരായിട്ട് വന്ന് നിന്റെ ദേഹത്ത് കൈ വെച്ചിട്ടും നീ കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഇങ്ങനെ വായി പൊളിച്ച് നിന്നു കൊടുക്ക. എന്തൊക്കെയാടാ ഇത്? നോക്ക് കാർത്തി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇവരിങ്ങനെ വിടാൻ പാടില്ല. എന്റെ വീട്ടിൽ കയറിയാ നിന്നെ ഉപദ്രവിച്ചത്. എന്റെ ഭർത്താവിനെ എന്റെ കൺമുന്നിലാ കൈവച്ചിരിക്കുന്നെ. ഇതങ്ങനെ വിടില്ല ഞാൻ, ഉറപ്പാ. ഈ വൈകി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. എന്താണോ നീ ഒന്നും മിണ്ടാത്തെ? എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ് കാർത്തി. എന്റെ മുന്നിൽ വെച്ച് അവരെ നിന്നെ ഉപദ്രവിച്ചത്, എന്നിട്ട് നീ ഇപ്പോഴും അനങ്ങാപ്പാറ പോലെ ഇരിക്കുക. എന്താ കാർത്തി ഈ സംഭവിക്കുന്നേ? നീ എന്താ കാർത്തി ഇങ്ങനെ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒരു കുലുക്കും ഇല്ലല്ലോ. എന്തു പറ്റി മാഡം? എന്താ ഇത്ര ടെൻഷൻ? എന്താ പ്രശ്നം? ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്. എല്ലാത്തിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. ആരെ? എന്താ കാര്യം? ഓരോരുത്തരായിട്ട് വീട് കയറി വന്ന് ഇവരെ തല്ലിയിട്ട് പോവാന്ന് വെച്ചാ അതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ? ആരാന്ന് മാഡം ഇപ്പോഴും പറഞ്ഞില്ല. ആദ്യ ആ സുന്ദരയുടെ അച്ഛമ്മ വന്ന് അവര് കാർത്തിക്കിന്റെ ഉടുപ്പിന് കുത്തിപ്പിടിച്ചു. മായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, തല്ലി. എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അത് കഴിഞ്ഞ സുന്ദരി കയറി വന്നു. അവള് മാത്രമല്ല, ആ കൂടെ അവളുടെ ചേട്ടനില്ലേ വിനീത്, അവനും ഉണ്ടായിരുന്നു. അവനും അച്ഛമ്മയുടെ അതേ പണി. കാർത്തികിനെ ഉപദ്രവിച്ചു. എന്നിട്ട് 3 കാറ് കയറി പോവുകയും ചെയ്തു. 3 വെറുതെ വിടരുത് അർച്ചന. ആ അച്ഛമ്മ വിളിച്ചിട്ട് കാർത്തി വീട്ടിൽ ചെല്ലാത്തതിന്റെ ദേഷ്യം തീർക്ക. അത് കൊള്ളാലോ. വിളിച്ചിട്ട് ചെന്നില്ലാന്ന് കരുതി വീട് കയറി ഉപദ്രവിക്കുകയോ? 3 വെറുതെ വിടരുത് മാഡം. കേസ് കൊടുത്ത് അകത്താക്കണം എല്ലാത്തിനെയും. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് റിമാൻഡ് ചെയ്ത് കുറച്ചു ദിവസം അകത്തിട്ടാലേ മാഡം ആരാണെന്ന് അവർക്ക് മനസ്സിലാവൂ. നീ പറഞ്ഞത് ശരിയാ അർച്ചന, അങ്ങനെ തന്നെ ചെയ്യാം. അർച്ചന പറഞ്ഞത് ശരിയല്ലേ കാർത്തി? ഞാൻ ഈ സുന്ദരിക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൾ ആശുപത്രി കിടന്നപ്പോ പോലും കൂട്ടിരുന്നതല്ലേ. എന്നിട്ട് വീട്ടിൽ കയറി വന്ന് ഉപദ്രവിക്കാന്ന് വെച്ചാ ഒരാളെയും വെറുതെ വിടില്ല ഞാൻ. ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. സുന്ദരി മാത്രമല്ല, അവളുടെ അച്ഛമ്മയും വിനീതിനെയും അകത്താക്കണം. 3 പേരുടെ പേരില് പോലീസിൽ പരാതി കൊടുക്കണം. എന്താ വൈക? എന്താ പ്രശ്നം? ആരുടെ പേരിലെ കേസ് കൊടുക്കണമെന്നൊക്കെ പറയുന്നേ? വേറെ ആരുടെയും പേരിലല്ല, അമ്മയുടെ പുന്നാര മോളില്ലേ സുന്ദരി, അവളുടെ പേര് തന്നെയാണ്. ഇപ്പൊ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ധൂമകേതു എന്ന് പറയുന്നത് അവളാ. സുന്ദരിയുടെ പേരിലും മാത്രമല്ല, അവളുടെ അച്ഛമ്മയുടെ പേരിലും വിനീതിന്റെ പേരിലും കേസ് കൊടുക്കാൻ പോവാ. നീ എന്താ മോളെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, അമ്മയ്ക്കാ. അതുകൊണ്ടാണല്ലോ കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്.